ഓപ്പൺ ബസ്സിൽ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യണം ഇന്ന് മുതൽ. പുസ്തകോത്സവം പ്രമാണിച്ചുള്ള ദിവസങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ വിവിധ സ്കൂളിൽ വരുന്ന കുഞ്ഞുങ്ങളെ ഇന്ന് യാത്രയിൽ ഒരുക്കിയിട്ടുണ്ട്. പത്തനാപുരത്തെ ഗുരുദേവ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളാണ്. വളരെ പാരമ്പര്യ സ്കൂളാണ്. ഗുരുദേവൻ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച സ്കൂളാണ്. സ്കൂളിലെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്. 2 സ്കൂളിലെ കുഞ്ഞുങ്ങളെന്ന് വന്നിട്ടുണ്ട്. വേറെ സ്കൂളിൽ നിന്നും എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ വരും. ഇന്നും പല സ്കൂളുകളിൽ വരുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ നഗരത്തിൽ കുഞ്ഞുങ്ങൾക്കൊരു കാഴ്ച ഈ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ശംസീറിൻ്റെ ഒരു ആശയമാണ്. അത് ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വലിയ ആശയമായി പുസ്തകോത്സവം മാറുകയാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം തുടർച്ചയായി വർഷങ്ങളിലെല്ലാം ഈ പുസ്തകോത്സവത്തിൽ ഒരു പ്രധാന പങ്കാളിയായി പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിന് അദ്ദേഹം അവസരം തന്നുള്ള സ്പീക്കറോട് നന്ദിയുണ്ട്. നിയമസഭയ്ക്ക് ഇത്രയും ശക്തമായ ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കാൻ കഴിയും എന്ന് തെളിയിച്ചു. ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു നിയമസഭയാണ് ഇത്തരത്തിലുള്ള ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. വളരെ അഭിമാനമുണ്ട്. ഇത് നമ്മുടെ നാടിനും മലയാളിക്കും മലയാള ഭാഷയ്ക്കും നമ്മുടെ ഒരു വായനാശീലം വളർത്തുന്നതിനും പുസ്തകങ്ങളെയും അതിനെ ആ എഴുത്തുകാരെയും ഒക്കെ നമ്മളെ ഒരു തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വലിയ പദ്ധതിയായി ഇത് മാറി. വലിയ പുസ്തകോത്സവം, നിയമസഭയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം അഭിമാനമാണ് മലയാളിക്ക്. ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമായി അത് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ആഘോഷത്തിൻ്റെ നാളുകളാണ്, ഈ അക്ഷരത്തിൻ്റെ ആഘോഷങ്ങളാണ്. അതിന് ഞങ്ങൾ KSRTC പങ്കാളിയായി ഒത്തിരി സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട്? തുടങ്ങാം. അനുഭവം കൊള്ളാം, സൂപ്പറാ. ഇത് കേറിയൊരു അനുഭവം ഇതായിട്ടില്ലേ? എങ്ങനെയുണ്ട്? നല്ലതാണ്. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് കയറുന്നത്? അതെ.